കോഴിക്കോട്ട് തളി മഹാക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവോണ ദിനത്തിൽ നിരവധി ഭക്തരാണ് പ്രാർത്ഥനയ്ക്കും മറ്റുമായിട്ടൊക്കെ ഈ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കാര്യം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഇന്ന് രാവിലെ തന്നെയുണ്ട്. പക്ഷെ ആ മഴ ആ രീതിയിൽ ആളുകളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കുറേ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്ന് ഇവിടെ എത്തി പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഓണസദ്യയൊക്കെ ഒരുക്കി തിരുവോണ ദിവസത്തെ ആ രീതിയിൽ കളറാക്കാൻ സന്തോഷത്തോടു കൂടി നയിക്കാനൊക്കെയാണ് ആളുകളുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രത്തിലെത്തുമ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഓണത്തവണ കളറാക്കണം. പിന്നെ വീട്ടിലെന്തൊക്കെയാ പരിപാടി? വീട്ടില് ഇനി പോയിട്ട് അമ്പലത്തില് എല്ലാവരും തിരിച്ചെത്തിണ്ടാവും. കഴിഞ്ഞിട്ട് സദ്യന്റെ പരിപാടികൾ തുടങ്ങി. ഇന്ന് സദ്യ കഴിച്ച് പായസമൊക്കെ കുടിച്ച് അങ്ങനെ ഉഷാറാക്കണം. വീട്ടിൽ തന്നെയാണോ മൊത്തം? വീട്ടിൽ തന്നെ, ഇന്ന് ഫുള്ള് വീട്ടിൽ തന്നെ. വീട്ടിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടുകാരൊക്കെ വരാനുണ്ടോ? അതാ കൂട്ടുകാരൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. കൂട്ടുകാരായിട്ടാണ് വന്നത്. കൂട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? എവിടെയാ സ്ഥലം? കോഴിക്കോട് തന്നെയാണ്. ഇന്നെല്ലാരും കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്നാണ് ഓണം. അതെ, ഹാപ്പി ഓണം. മലയാളികൾക്ക് ഇന്ന് നബിദിനം കൂടെയാണ്. നബിദിനവും തിരുവോണവും ഒക്കെ ഒരുമിച്ചെത്തുന്ന സന്തോഷം, ആ സന്തോഷവും നമുക്ക് ആ രീതിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ദിവസം അങ്ങനെ തന്നെ വേണം കരുതാൻ. എന്തായാലും കോഴിക്കോട്ടെ മഹാതളി ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്.